പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ബ്രിമിംഗ്ഹാം കാണാം. ബ്രിമിംഗ്ഹാം റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് ബുൾറിംഗ്. ഈ ബുൾറിങ്ങിൽ വലിയൊരു മോളുണ്ട്, പിന്നെ ഒരു ചാപ്പലുണ്ട്, ഇതെല്ലാം കാണാം. അവിടെ ഒരു ബുള്ളിൻ്റെ വലിയൊരു പ്രതിമയും ഉണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് കണ്ടാലോ? വരൂ. ഞങ്ങളുടെ ബന്ധു മിസ്റ്റർ സുദീപ് വളരെയധികം വാം വെൽക്കം ഞങ്ങൾക്ക് തന്നു. ഞങ്ങളെ കുറേ സ്ഥലങ്ങളിൽ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നല്ലൊരു കേരള ഭക്ഷണവും തന്നു. ഇതാണ് ബുൾറിങ്ങിലെ ബുള്ള്. ദുബായിലും മറ്റും കാണുന്ന ഒരു ഷോപ്പിംഗ് മാള് പോലെ ഇവിടെയുമുണ്ട് വലിയൊരു ഷോപ്പിംഗ് മാള്. ഞങ്ങൾ ഈ ബുൾറിങ്ങിലുള്ള ഷോപ്പിംഗ് മാൾ കുറേ നേരം നടന്ന് കണ്ടു. പ്രത്യേകിച്ചൊന്നും പർച്ചേസ് ചെയ്യാനില്ലാത്ത കാരണം കൊണ്ട് വിൻഡോ ഷോപ്പിംഗ് ആയിരുന്നു. 1 മണിക്കൂറോളം കഷ്ടിച്ച് നടന്ന് കാണാനുള്ളതുണ്ട് ഈ ഷോപ്പിംഗ് മാളിൽ. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ബ്രിമിംഗ്ഹാമിൻ്റെ സ്ട്രീറ്റിലൂടെ ഞങ്ങൾ നടന്നു. ഈ സ്ട്രീറ്റിൻ്റെ പേര് കോപ്പറേറ്റീവ് സ്ട്രീറ്റ് എന്നാണ്. വളരെ വൃത്തിയുള്ളതും കാണാൻ വളരെ ഭംഗിയുള്ളതുമായൊരു സ്ട്രീറ്റ്. ഇതിൻ്റെ ഓരോ പ്രത്യേകതകളും സുദീപ് ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. ഇത് മറ്റൊരു സ്ട്രീറ്റ്. റോഡ് മുഴുവൻ ഇൻ്റർലോക്ക്ഡ് ടൈൽസ് ഇട്ടിട്ടാണ് അവിടെയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ജൂൺ ജൂലൈ മാസമായതിനാൽ വളരെ വൈകിയേ സൂര്യൻ അസ്തമിക്കൂ. ഇപ്പോൾ ഏകദേശം രാത്രി 7 മണിയായി. ഈ സ്ഥലത്തിൻ്റെ പേര് ചാംബർലൈൻ സ്ക്വയർ എന്നാണ്. ജോസഫ് ചാംബർലൈൻ്റെ ഓർമ്മയ്ക്കായി 1880 പണി ചെയ്തിട്ടുള്ളതാണ് ഈ മെമ്മോറിയൽ. ഇദ്ദേഹം ബ്രിമിംഗ്ഹാമിലെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ബിസിനസ്മാനും മേയറും പാർലമെൻറ്റ് മെമ്പറും ആയിരുന്നു. ഇതിനെ നിയോൺ ഗോത്തിക് മോണിമെൻറ്റ് എന്നും വിളിക്കുന്നു. ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജോൺ ഹെൻറി ചാംബർലിയൻ എന്നൊരാളാണ്. ഇത് ബ്രിമിംഗ്ഹാം ആർട്ട് ഗാലറിയും മ്യൂസിയവുമാണ്. ഇതെല്ലാം കണ്ട് ഞങ്ങൾ പിന്നീട് പോയത് ബ്രോഡ് സ്ട്രീറ്റ് കാണുവാനാണ്. ബ്രിമിംഗ്ഹാമിലെ ബ്രോഡ് സ്ട്രീറ്റിലാണ് നൈറ്റ് ലൈഫ് ഉള്ളത്. ഈ ബ്രോഡ് സ്ട്രീറ്റിൽ പബ്ബുകളും ഡിസ്കോ ഡാൻസുകളും എന്നു തുടങ്ങി രാത്രികൾ വളരെ സജീവമാണ്. നോക്കൂ, ഇപ്പോൾ സമയം 7:30 മണി കഴിഞ്ഞിരിക്കുന്നു രാത്രി. എന്നിട്ടും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ജൂൺ ജൂലൈ മാസങ്ങളിൽ പകൽ സമയം കൂടുതലാണ്. ഈ കാണുന്നത് ബ്രിമിംഗ്ഹാമിലെ ഏറ്റവും വലിയൊരു ലൈബ്രറിയാണ്. അഞ്ചു മണിക്ക് ശേഷം ഇവിടെ പ്രവേശനമില്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ പുറമേ നിന്നാണ് ഇതെല്ലാം കണ്ടത്. ഇനി ഞങ്ങൾ നേരെ ചെല്ലുന്നത് സിംഫണി ഹാള് കാണാനാണ്. ഈ കാണുന്നത് എക്സ്ചേഞ്ച് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിമിംഗ്ഹാം ആണ്. ഇതെല്ലാം ബ്രിമിംഗ്ഹാമിൻ്റെ പ്രധാനപ്പെട്ട നഗര കാഴ്ചകളാണ്. ഇവിടെ റോഡിലൂടെ തന്നെ ട്രാം സർവീസും ഓടുന്നുണ്ട്. നേരെ കാണുന്നത് സിംഫണി ഹാളാണ്. ഇവിടെ കലാപരിപാടികൾ അരങ്ങേറുന്നു. AR റഹ്മാൻ തുടങ്ങിയ വലിയ വലിയ കലാകാരന്മാർ ഇവിടെ വന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് റിയൽ ബ്രിമിംഗ്ഹാം ഫാമിലി. ഇത് നിർമ്മിച്ചത് ഗിലിയൻ വേറിംഗ് എന്നൊരു ആർട്ടിസ്റ്റാണ്. ബ്രോൺസിൽ തീർത്തിട്ടുള്ള ഈ ശില്പങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ബ്രിമിംഗ്ഹാം ലൈബ്രറിയുടെ പുറത്തുള്ള സെന്റിനറി സ്ക്വയറിലാണ്. ഈ 2 ശില്പങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്
റോമ ആൻഡ് ഇമ ജോൺ എന്ന 2 സ്ത്രീകളും അവരുടെ കിയാൻ ആൻഡ് ഷായ് എന്ന മക്കളും. ഈ കാണുന്നത് ബ്രിമിംഗ്ഹാമിലെ സിറ്റി കൗൺസിൽ ഹൗസാണ്. ഈ ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തായിട്ടാണ് എഡ്ജ്ബാസ്റ്റൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. എഡ്ജ്ബാസ്റ്റൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്. 1885 ഈ ക്രിക്കറ്റ് ഗ്രൗണ്ട് സ്ഥാപിതമായത്. ഏകദേശം 25,000 ആളുകളെ ഉൾക്കൊള്ളുവാൻ ശേഷിയുള്ളതാണ് ഈ ക്രിക്കറ്റ് ഗ്രൗണ്ട്. 2022 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത്. ഏറ്റവും നവീന രീതിയിലുള്ള ട്രാം സർവീസാണ് ഇവിടെ ഉള്ളത്. ട്രാമുകൾ തലങ്ങും വിലങ്ങും ഓടുന്നു. our.tour.1961 എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ സ്ട്രീറ്റെല്ലാം കാണുവാൻ എന്തൊരു ഭംഗിയാണ്. ഞങ്ങൾ ബ്രിമിംഗ്ഹാമിൻ്റെ പല സ്ട്രീറ്റിലൂടെയും കുറേ നേരം നടന്നു. രാത്രി 8 മണിയായി. ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഇത് വാഗാമാമ എന്നൊരു ചൈനീസ് റെസ്റ്റോറൻ്റാണ്. ചൈനീസ് ഭക്ഷണം കഴിക്കുവാൻ ബ്രിമിംഗ്ഹാമിലുള്ള ആൾക്കാർ ഒത്തുകൂടുന്നൊരു സ്ഥലം. ജൂൺ ജൂലൈ മാസങ്ങളിൽ UK ഇങ്ങനെയാണ്. വളരെ വൈകിയേ സൂര്യൻ അസ്തമിക്കൂ. ഇതൊരു ടാക്സി സ്റ്റാൻഡാണ്. ടാക്സിക്കെല്ലാം മീറ്റർ കാശ് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. റോഡിനരികിലിരുന്ന് സാക്സോഫോൺ വായിക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ബാസ്ക്കറ്റിൽ അനവധി പേർ പൗണ്ടുകൾ നിക്ഷേപിക്കുന്നു. സുധിയും ഭാര്യയും കുട്ടികളും അടങ്ങുന്നൊരു കുടുംബം. സുധിയുടെ സഹധർമ്മിണി അഞ്ജു വളരെ വിഭവസമൃദ്ധമായൊരു സദ്യ ഞങ്ങൾക്ക് ഒരുക്കി. കാളൻ, ഓലൻ, സാമ്പാർ, അവിയൽ, ബീട്രൂട്ട് ഉപ്പേരി, പായസം എന്നു തുടങ്ങി വളരെ സ്വാദിഷ്ടമായൊരു സദ്യ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. സുധി അവിടെ ഒരു ബിസിനസ് നടത്തുന്നു. കേരളം വിട്ടതിന് ശേഷം വളരെ വിഭവസമൃദ്ധമായ ഒരു കേരള സദ്യ. ഇത്രയും സ്വാദിഷ്ടമായ സദ്യ ഞങ്ങൾക്കൊരിക്കലും മറക്കുവാൻ പറ്റുകയില്ല. എല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.